1960കളിലെയും 70കളിലെയും പാട്ടുകൾ കേൾക്കുമ്പോൾ, 60കളിലെയും 70കളിലെയും പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വാക്കുണ്ട്, ഇതിലെ പോയത് വസന്തം. വാസ്തവത്തിൽ ഇതിലെ പോയത് ഒരു വസന്തം തന്നെയായിരുന്നു 60കളിലും 70കളിലും. മലയാള സിനിമാ സംഗീതത്തിൻ്റെ സുവർണകാലം. അതാരെങ്കിലും എൻ്റെ നെറ്റിയിലൊരു തോക്ക് ചൂണ്ടി മാറ്റിപ്പറയണം എന്ന് പറഞ്ഞാലും ഞാൻ മാറ്റിപ്പറയില്ല. ഇതെൻ്റെ കാലമല്ല. 70കളിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ കൗമാരം, എൻ്റെ ടീനേജ് എന്ന് പറഞ്ഞാൽ 80ആണ്. അത് മലയാള സിനിമാ സംഗീതം താഴോട്ട് പോയ വർഷമാണ്. 60s and 70s were absolutely at a different level. അന്ന് വയലാറും ഭാസ്കരൻ മാസ്റ്ററുമാണ് വരികൾ എഴുതിയിരുന്നത്. ദേവരാജൻ മാസ്റ്ററും ബാബുക്കയും അർജുനൻ മാസ്റ്ററും രാഘവൻ മാഷും ഈണങ്ങൾ ഒരുക്കിയിരുന്ന കാലം. അതേ സുവർണകാലത്ത് തന്നെയാണ് സലീൽദ വന്ന് നമുക്ക് അനശ്വരമായ ഗാനങ്ങൾ നൽകിയത്. വയലാർ തന്നെ സലീൽദായുടെ ഈണങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. 1975 പുറത്തിറങ്ങിയ രാഗം എന്ന സിനിമ വയലാറും സലീൽദായും ചേർന്ന് പാട്ടുകളുടെ ഒരു രത്നശേഖരം തന്നെയായിരുന്നു നമുക്ക് നൽകിയത്. ഓമന തിങ്കൾ പക്ഷി, നീലത്താമര കുളത്തിലെ തിങ്കൾ പക്ഷി, ആ കയ്യിലോ ഈ കയ്യിലോ അമ്മാന പൂച്ചെണ്ട്, നാടൻ പാട്ടിലെ മൈന, നാടോടിപ്പാട്ടിലെ മൈന. അതോടൊപ്പം ആ സിനിമയിലുള്ള ഒരു യുഗ്മഗാനം, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. തീർച്ചയായും ഇതിലെ പോയത് ഒരു വസന്തം തന്നെയായിരുന്നു. 49 വർഷങ്ങൾക്ക് ഇപ്പുറവും മങ്ങാതെ മായാതെ ഇന്നും കത്തിജ്വലിച്ചു നിൽക്കുന്ന ഗാനം. 490 വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ കത്തിജ്വലിച്ചു നിൽക്കും. ഓവർ ടു യു ശിവപ്രിയക്കുട്ടി ആൻഡ് മണികണ്ഠദാസ്. വാസരസ്വപ്നത്തിൻ തോഴിമാരെ, ഇതിലെ പോയത് വസന്തം. വാസരസ്വപ്നത്തിൻ തോഴിമാരെ, ഋതുകന്യകേ നീ മറ്റൊരു പൂക്കാലം, അവയിൽ വൈഡൂര്യമണികൾ, ദ്വാരകതീയിലെ കിന്നരന്മാർ,
ചെണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാ വാ വിശ്വശില്പി. ചിരിക്കും ചെണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാ വാ വിശ്വശില്പി. ഇതിലേ പോയതു വസന്തം, വാസര സ്വപ്നത്തിൻ തോഴിമാരെ. സൂപ്പർ സൂപ്പർ ബ്രണ്ടറിംഗ്.